ഞാൻ ഈ സദസ്സിലൊരു വലിയ സാന്നിധ്യമായി ഇവിടെയുള്ള ശ്രീമതി ബിന്ദു, അവരുടെ സാന്നിധ്യമാണ് ഈ ചടങ്ങിൻ്റെ ഒരു പ്രാധാന്യം പ്രതീകവൽക്കരിച്ച് അവതരിപ്പിക്കുന്നത്. ഇന്ന് സത്യത്തിൽ ഒരു ഞെട്ടലിൻ്റെ ദിവസമാണ്. 3 ഞെട്ടലുകളുടെ ആഘാതത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്നത്തെ ദിവസം തുടങ്ങിയത് തന്നെ ഒരു ഞെട്ടലിലാണ്. അത് സ്വകാര്യമായി വീട്ടിൽ സംഭവിച്ചതാണ്. രാവിലെ ഒരു ഡോർ ബെല്ലടിച്ചപ്പോൾ ഞാൻ അല്പം തിരക്കിലായിരുന്നു. ആരാണിയ ആ സമയത്ത് അതിനിടയിൽ വന്നത് എന്നൊരല്പം അക്ഷമയോടെ പോയി ഞാൻ ഡോർ തുറക്കുമ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ബോംബെയിൽ നിന്ന് എൻ്റെ മകൻ അവിടെ വന്നു. തികച്ചും അത് അമ്മയും അവൻ്റെ ഭാര്യയും കൂടെ നടത്തിയൊരു ഗൂഢാലോചനയായിരുന്നു. അതായിരുന്നു ഒന്നാമത്തെ ഞെട്ടൽ. അതിൻ്റെ ആഘാതത്തിൽ നിന്ന് മോചനം നേടി ഇവിടെ വന്നപ്പോൾ ആദരണീയനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നെപ്പറ്റി പറഞ്ഞ വാക്കുകൾ വളരെയേറെ പ്രശംസിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. അതിനുശേഷം MGR, അങ്ങനെ 3 ഞെട്ടലുകളുടെ ആഘാതത്തിൽ നിന്ന് മോചനം നേടിയാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. എനിക്ക് ഏതാണ്ട് 1991 മുതൽ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ അറിയാം. അദ്ദേഹം പറഞ്ഞ ഒരു കണ്ടെക്സ്റ്റിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാൻ 91 ആലപ്പുഴ SP ആയി പോകുന്ന അവസരത്തിൽ അന്ന് അദ്ദേഹം കോട്ടയം MP ആണെങ്കിലും ഈ ആലപ്പുഴയുടെ ഒരു ജനപ്രതിനിധി, പ്രത്യേകിച്ച് ഹരിപ്പാട് എന്ന നിലയിൽ സജീവമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഈ പുസ്തകത്തിൻ്റെ മായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു 1-2 കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. MGR ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ നിന്ന് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി എഴുതിയിരുന്ന ഒരു വാചകം വായിച്ച് കേൾപ്പിച്ചു. ആ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള സംഭവങ്ങളെ പറ്റിയാണ്. അതിന് മുകളിൽ ഞാൻ മറ്റൊരു വാചകം എഴുതിയിട്ടുണ്ട്. കേരളത്തിലെ പോലീസിന് അഭിമാനകരമായ നേട്ടങ്ങളുണ്ട്, സംശയമില്ല. പക്ഷെ എൻ്റെ ഉത്കണ്ഠ നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യരാണ്. അതാണ് അതിൻ്റെ പശ്ചാത്തലം. നമുക്ക് നിശ്ചയമായും അഭിമാനകരമായ നേട്ടങ്ങളുണ്ട് എന്നതിൽ സംശയമില്ല. സത്യത്തിൽ ഞാൻ ഈ സർവീസ് ജീവിതത്തിലേക്ക് തിരിഞ്ഞ് നോക്കി അനുഭവങ്ങൾ എഴുതാൻ തുടങ്ങിയപ്പോൾ ഈ വിജയഗാഥകളല്ല എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഇതുപോലുള്ള സംഭവങ്ങളാണ്. വിജയഗാഥകൾ ഒരുപാടുണ്ട്. കാലഘട്ടങ്ങളിൽ ഇങ്ങനെ പലതും സംഭവിക്കും, അതൊക്കെ വരുന്നുണ്ട്. അഭിമാനകരമായ നേട്ടങ്ങൾ ഒരുപാടുണ്ട്, അതിൽ സംശയമില്ല. പക്ഷേ ഒരു മനുഷ്യനായാലും ഒരു ഓർഗനൈസേഷനായാലും സമൂഹമായാലും നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അപ്രിയ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടേ മതിയാകും. അപ്രിയ സത്യങ്ങളെ തമസ്കരിച്ചുകൊണ്ട് ഒരു സംവിധാനത്തിന് മുന്നോട്ട് പോകാനാവില്ല. വളരെ ഗൗരവമായി ഇത്തരം വിഷയങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോൾ എനിക്ക് തോന്നിയ, ബോധ്യപ്പെട്ട ഒരു കാര്യം, ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ത്യയിൽ ഒന്നാമത് എന്ന് അഭിമാനപൂർവ്വം പറയുമ്പോൾ അതിനേക്കാളൊക്കെ വലിയ തലത്തിൽ എത്തുവാനുള്ള, ലോകത്തെ ഏറ്റവും ഉത്തമ മാതൃകയായി മാറുവാനുള്ള ഒരു സാമൂഹ്യമായ അവസ്ഥ കേരളത്തിലുണ്ട്. കാരണം പോലീസിംഗ് എന്ന് പറയുന്നത് ഒരു വാക്വത്തിൽ നടക്കുന്ന ഒന്നല്ല.
നമ്മൾ എവിടെയാണോ പ്രവർത്തിക്കുന്നത് ആ സമൂഹത്തിൻ്റെ ചില ശക്തി സ്രോതസ്സുകൾ അതിനെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ കേരളത്തെ എടുത്താൽ ഈ പുസ്തക പ്രകാശന ചടങ്ങ് തന്നെ ഇത്രയേറെ മാധ്യമങ്ങൾ കവർ ചെയ്യുന്നു. മാധ്യമങ്ങളുടെ ശക്തമായ സ്വാധീനം, ഇവിടെ പറയുന്ന ഓരോ വാക്കും സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാകുന്നു. നമ്മുടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ നിലവാരം, സാമൂഹ്യ ബോധം, മനുഷ്യാവകാശ ബോധം, അതിലൊക്കെ ഇത്രയേറെ ഉയർന്ന കേരളീയ സമൂഹത്തിൽ നമുക്ക് ഞാൻ ഈ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള പുഴുക്കുത്തുകൾ അതൊക്കെ ഒഴിവാക്കി, അല്ലെങ്കിൽ അത്തരമൊരവസ്ഥയൊക്കെ അതിജീവിച്ചുകൊണ്ട് ലോകത്തിലെ ഉത്തമ മാതൃകയായി മാറുവാൻ നമുക്ക് കഴിയും. കാരണം നമുക്കൊരു 75 വർഷത്തെ ജനാധിപത്യ പോലീസിങ്ങിൻ്റെ പാരമ്പര്യമേ നമുക്കുള്ളൂ. ഇതിനേക്കാൾ വലിയ അനുഭവ സമ്പത്തുള്ള സമൂഹങ്ങൾ വേറെയുണ്ട്. അവിടെയൊക്കെ പോലീസിങ്ങിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ കണ്ടുവരുന്ന പല ന്യൂനതകളും അതിനെയൊക്കെ അതിജീവിച്ച സമൂഹങ്ങളുണ്ട്. അവിടെയൊന്നും ബിന്ദുവിനെ പോലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകാറില്ല, അല്ലെങ്കിൽ അതിനെയൊക്കെ അതിജീവിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുറ്റാന്വേഷണമായാലും ക്രമസമാധാന പാലനമായാലും ഒക്കെ ശരിയാണ്. അപ്പം അതിലേക്ക് നമ്മൾ മുന്നേറണമെന്നുണ്ടെങ്കിൽ ചില അപ്രിയ യാഥാർത്ഥ്യങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് അഭിമാനകരമായ നേട്ടത്തിൻ്റെ അടിത്തറയിൽ ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ അതിജീവിക്കാം എന്ന ചിന്ത, അതിന് ഒരു പ്രേരകമാകണം ഈ പുസ്തകം എന്ന ഒരു കരുതൽ എനിക്ക് ഉണ്ട്. എം ടി രാധാകൃഷ്ണൻ 1902 ഫ്രേസർ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിലെ പോലീസിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ധാരാളം പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഫ്രേസർ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിൽ ശ്രദ്ധേയമായ വലിയ സംഭാവനകളുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇന്നും പ്രായോഗികമായിട്ടില്ല എന്നുള്ള സത്യമാണ്. നമ്മളിത് പറയുമ്പോൾ ഈ ഫ്രേസർ കമ്മീഷൻ റിപ്പോർട്ടിൽ അന്ന് ബ്രിട്ടീഷുകാർ തയ്യാറാക്കുമ്പോൾ ഇന്ത്യയിലെ പ്രബുദ്ധമായ സമൂഹത്തിൻ്റെ അഭിപ്രായം കൂടി അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഈ ബീഹാറിൻ്റെ ഭാഗമായ ദർഭംഗ എന്ന് പറഞ്ഞൊരു നാട്ടുരാജ്യമുണ്ട്. ദർഭംഗയിലെ രാജാവ് വളരെ പുരോഗമന സ്വഭാവമുള്ള, പോലീസിങ്ങിനെ സംബന്ധിച്ചൊക്കെ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചൊക്കെ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഈ ഭരണത്തെ, പോലീസിങ്ങിനെ എങ്ങനെ പ്രൊഫഷണലൈസ് ചെയ്യണം, ഇതിൻ്റെ തകരാറുകൾ എന്താണ് ബ്രിട്ടീഷുകാർ ചെയ്തതിൻ്റെ എന്ന് അദ്ദേഹം ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ആ ദർഭംഗ രാജാവ് നൽകിയ നോട്ട് വളരെ പ്രസിദ്ധമാണ്. പോലീസിൻ്റെ പരിഷ്കരണ ശ്രമങ്ങളിലൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നൊരു സംഭവമാണ്. അങ്ങനെ പുരോഗമനപരമായ ധാരാളം നിർദ്ദേശങ്ങൾ അതിലുണ്ട്. ഉദാഹരണത്തിന് ഈ കുറ്റാന്വേഷണം സംബന്ധിച്ച് അതിൽ നമ്മൾ വായിച്ചാൽ ഇന്നൊക്കെ കാണുന്ന പല ന്യൂനതകളും അന്നേ അദ്ദേഹം അതിൽ അതൊരു 3 അംഗ കമ്മിറ്റിയാണ് അതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന സംഗതി എന്ന് പറയുന്നത്, നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു, ഭരണഘടന അധിഷ്ഠിതമായി നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു സംവിധാനം വരുമ്പോൾ പഴയ പല ശീലങ്ങളും പഴയ പല രീതികളും അതൊക്കെ തന്നെ നമ്മെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. അതിൻ്റെ ദുസ്വാധീനങ്ങളിൽ നിന്ന് മറികടക്കുവാൻ നമുക്ക് കഴിയണം. അതിന് കഴിയണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അപ്രിയ യാഥാർത്ഥ്യങ്ങളെയും അഭിമുഖീകരിക്കുവാൻ നമുക്ക് കഴിയണം. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ വരുന്ന പല പല പ്രതിധ്വനികളും അല്ലെങ്കിൽ പല റിയാക്ഷൻസും പലതും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളതുണ്ട്. ഇപ്പം ഞാൻ ഓർക്കുന്നു, വളരെ പോപ്പുലറായിട്ടുള്ളൊരു സിനിമയുണ്ടായിരുന്നു, എന്താണ്, ആക്ഷൻ ഹീറോ ബിജു. അതിൽ നിയമം കയ്യിലെടുക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പ്രവൃത്തി അയാൾ പറയുന്നുണ്ട്, പാവപ്പെട്ടവൻ്റെ പേരിൽ ന്യായീകരിക്കുന്നുണ്ട്. പാവപ്പെട്ടവൻ്റെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും എല്ലാം ഞാനാണെന്ന് വളരെ നാടകീയമായിട്ട് അതിൽ അവതരിപ്പിക്കുന്നുണ്ട്. സിനിമയിൽ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ആകാം. പക്ഷെ ഈ സിനിമ തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ എന്നെ അസ്വസ്ഥനാക്കിയത് ആ കാണികളെല്ലാം ഇതിന് കൈയടിക്കുകയാണ്. ഈ ജനാധിപത്യ വിരുദ്ധമായ ഇത്തരമൊരു പ്രവണതയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹവും ഇവിടെയുണ്ട്. പക്ഷെ എൻ്റെ ഇത്തരത്തിലുള്ള അവസ്ഥ നിലനിൽക്കുമ്പോൾ ഈ സമൂഹം മൊത്തം മാറിയ ശേഷം
പോലീസിന് മാറാം എന്ന ചിന്ത പാടില്ല. അവിടെയാണ് നമ്മുടെ നേതൃത്വപരമായ ഇടപെടൽ വേണ്ടി വരുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഓൾ ഇന്ത്യ സർവീസിനെയൊക്കെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഉള്ള ചർച്ച നടന്നപ്പോൾ അതിന് മുൻകൈ എടുത്തത് സർദാർ പട്ടേലാണ്. അവരുടെ വിഷൻ എന്ന് പറയുന്നത് അക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മൂല്യങ്ങളിൽ നിന്ന് പ്രചോദനം കൊണ്ട ആ നേതൃത്വത്തിൻ്റെ വിഷൻ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒരു അഡ്മിനിസ്ട്രേഷൻ നടത്തിക്കൊണ്ടുപോയെന്നല്ല, ഈ രാജ്യം ഒരു ആധുനിക ജനാധിപത്യ സമൂഹത്തിന് ഉതകുന്ന ഭരണക്രമം രാജ്യത്തിൽ ഉണ്ടാകണം. ആ ഉദ്ദേശത്തോടു കൂടിയാണ് IAS-ഉം IPS-ഉം ഒക്കെ അന്ന് സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർവീസിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ഉദാത്തമായ ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറുവാൻ നമുക്ക് കഴിയണം. അതല്ലാതെ ഈ സമൂഹത്തിൻ്റെ പിന്നോക്കാവസ്ഥ, വിവിധ തലങ്ങളിൽ നിലനിൽക്കുന്ന പരമ്പരാഗതമായ ചില പിന്നോട്ടടിക്കുന്ന ചിന്താഗതികൾ അതൊക്കെ ഉണ്ട്. അതൊക്കെ മാറിക്കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നിവർത്തിയില്ല, നമുക്ക് നിവർത്തിയില്ല, നമ്മൾ മാറിയേ മതിയാകും. പക്ഷെ അതിനപ്പുറം ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ നേതൃത്വപരമായ ഇനിഷ്യേറ്റീവ് എടുത്ത് ഉത്തമമായ പോലീസിംഗ് മാതൃകകൾ നമുക്ക് കേരളത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അത് സാധിക്കണം. അതിനുള്ള ഊർജം പോലീസ് നേതൃത്വവും ഗവൺമെൻറ്റിനും ഒക്കെ തന്നെ ഉണ്ടാകണം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മുടെ ജനാധിപത്യപരമായ ഭരണക്രമത്തിൽ പോലീസിങ്ങിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള പോക്കിലൊരു നിശ്ചലാവസ്ഥ എവിടെയോ സംഭവിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ പോലീസ് റിഫോമിനുള്ള കുറേ പരിശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, മനുഷ്യാവകാശം ഏറെ നിഷേധത്തിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള രാജൻ കേസിൽ അതിൻ്റെ രാജൻ്റെ അച്ഛൻ ഈശ്വര വാര്യർ, അദ്ദേഹവുമായി ഒരു വേദി പങ്കിട്ട അവസരത്തിൽ അദ്ദേഹം അന്നവിടെ പറഞ്ഞത്, നമുക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം 50കളിലും 60കളിലുമൊക്കെ ആദ്യഘട്ടത്തിൽ ഈ പോലീസ് റിഫോമിനുള്ള ഒരുപാട് ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും മുന്നോട്ട് പോയില്ല. അന്ന് പലപ്പോഴും മാധ്യമങ്ങളാണ് ഇതിനെയൊക്കെ വിമർശിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അത് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദുരവസ്ഥ ഉണ്ടാകില്ലായിരുന്നു എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഒരു പുസ്തകം എഴുതുന്നത് ഈ ഇത്തരത്തിലുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഒരു സാമൂഹ്യമായ ഒരു ലക്ഷ്യത്തോടു കൂടി അതിൻ്റെ പിന്നിൽ ഉണ്ട്. അത് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് നേടിയ നേട്ടങ്ങളിൽ അഭിരമിക്കാതെ അതിൽ നമുക്ക് അഭിമാനിക്കാം. അതിനപ്പുറം നമുക്ക് സമൂഹത്തിൽ ഈ ബിന്ദുമാർ ഉണ്ടാകാതെ ഉള്ള അത് പറയുമ്പോൾ പാരമ്പര്യത്തിലൊരു പ്രശ്നമുണ്ട്. നമ്മുടെ പോലീസിൻ്റെ ക്രിമിനൽ മോഡസ് ഓപ്പറാൻഡിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് എന്താണ്, സെർവൻറ്റ് തെഫ്റ്റ് എന്നൊരു ഒരു സംഭവം അവിടെ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ഒരുതരം കാറ്റഗറൈസേഷൻ അതൊരു പരമ്പരാഗതമായ രീതിയിൽ വന്നതാണ്. ഞാനിത് സൂചിപ്പിക്കുന്നത് ഈ ജനാധിപത്യ സമൂഹത്തിന് ഉതകുന്ന നിലയിൽ നമ്മൾ മാറുമ്പോൾ ഓരോ വ്യക്തിയും പൗരനാണ്. ഒരു വർക്കർ അല്ലെങ്കിൽ അവർ ചെയ്യുന്നതും അവർ ഉത്തമമായൊരു ജോലി കർമ്മത്തിലേർപ്പെട്ടിരിക്കുന്നതാണ്. അതിൻ്റെ പേരിൽ ഒരു കാറ്റഗറൈസേഷൻ പരമ്പരാഗതമായി വന്നത് അത്തരം കാര്യങ്ങൾ പോലും നമുക്ക് സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളിൽ നിന്നൊക്കെ മുന്നേറാൻ കഴിയുകയുള്ളൂ. അതിന് മാധ്യമങ്ങളുടെയും മറ്റ് സാമൂഹ്യ ശക്തികളുടെയും ഒക്കെ പിന്തുണ നേടുവാൻ നമുക്ക് കഴിയണം. ആ ഒരു ലക്ഷ്യത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ എഴുതിയത്. കാരണം അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കണം. എല്ലാം തികഞ്ഞു നമ്മളൊരു ഔന്നത്യത്തിലെത്തി എന്നൊരു ചിന്തയിൽ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. വീഴ്ചകളിൽ നിന്ന് പഠിക്കണം. മറ്റുള്ളവരെ എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്ന് തന്നെ സ്വയം പാഠങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളും ഞാനിതിൽ പറയുന്നുണ്ട്. ആ അർത്ഥത്തിൽ പോലീസ് ഒരു വളരെ വളരെ ഗുണകരമായ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഓരോ പ്രവൃത്തിയും, ഓരോ വാക്കും, ഓരോ നോക്കും ഒക്കെ മാധ്യമങ്ങളുടെയൊക്കെ സൂക്ഷ്മമായ പരിശോധനയ്ക്കും വിമർശനങ്ങൾക്കും ഒക്കെ വിധേയമാണ്. അപ്പം അതുകൊണ്ട്
നമ്മൾ ഇതുപോലുള്ള ഒരു അവസരത്തിൽ ഈ MGR സൂചിപ്പിച്ചതുപോലെ ചരിത്രപരമായ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഇത്തരം ആശയങ്ങളും അല്ലെങ്കിൽ ഇതൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് അത് കേരളീയ സമൂഹത്തിന് ഗുണകരമായ മാറ്റങ്ങൾക്ക് ചെറിയ സംഭാവനകളുമൊക്കെ നൽകാൻ കഴിയണം. ആ ശ്രമമാണ് അതിൽ ഭാഗഭാക്കായ എന്നെ ഇത്രയേറെ പ്രശംസിച്ച് പ്രോത്സാഹിപ്പിച്ച ആദരണീയനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി, അതുപോലെ MGR അതേ സൂക്ഷ്മമായി ഈ പുസ്തകം പഠിക്കുക. അതേ ഹ്യൂമറിനെ പറ്റി പറഞ്ഞു. തമാശ ഇല്ലെങ്കിൽ പോലീസിൽ പറ്റില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അത് വന്നു പോകുന്നതാണ്, അല്ലെങ്കിൽ വലിയ പ്രയാസമാണ്. അതിന് DC ബുക്സ് തന്ന പ്രോത്സാഹനം, ഞാനിത് സമകാലിക മലയാളത്തിൽ എഴുതി തുടങ്ങിയപ്പോൾ 4 ലക്കമായപ്പോൾ DCയിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു. എനിക്കല്ലാതെ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. പുസ്തകമാകുമ്പോൾ ഞങ്ങൾക്ക് തരണം, അതിന് എവിടെ പുസ്തകം, ഞാൻ തുടങ്ങിയതുള്ളൂ. വലിയ പിന്തുണയാണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മാധ്യമ ലോകം ധാരാളം ആളുകൾ വായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്ത്, അതുകൊണ്ടൊക്കെയാണ് ഇത് സാധ്യമായത്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഗുണകരമായ ഇടപെടലിന് സഹായകമാകുമെങ്കിൽ അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന രീതിയിൽ ആണ് ഞാൻ കാണുന്നത്. ഒരു കാര്യം അടിവര ഇട്ടുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ സിവിൽ പോലീസ് ഓഫീസേഴ്സ് മുതൽ സംസ്ഥാന പോലീസ് മേധാവി വരെയുള്ള സംവിധാനം കാലാകാലങ്ങളായി അങ്ങേയറ്റം ദുഷ്കരമായി കർമ്മമേഖലയിൽ, ഒരു കാലം അങ്ങോട്ട് വെച്ചാൽ അതിക്രമം, ഇങ്ങോട്ട് വെച്ചാൽ നിഷ്ക്രിയത്വം, ആ കർമ്മമേഖലയിൽ വളരെ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതിനെ അടിവരയിട്ടുകൊണ്ട് തന്നെ അപ്രിയ യാഥാർത്ഥ്യങ്ങളെ സധൈര്യം അഭിമുഖീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയണം. അങ്ങനെയാണ് നമ്മളൊരു ഒരു ഒരു മെച്ചപ്പെട്ട പോലീസിനെ സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയുന്നത്. അതിനൊക്കെ ഉതകുന്ന, അതിൽ ഈ ബിന്ദു എന്ന് പറഞ്ഞ ഒരു പ്രതീകമാണ് ഇതിൽ. കാരണം ഇതുപോലുള്ള ആളുകൾ ഇനി നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കണം, ഇത്തരത്തിലുള്ള നീതി നിഷേധങ്ങൾ ഉണ്ടാകാതിരിക്കണം. അതുകൊണ്ടാണ് ബിന്ദുവിനെ ഇൻവൈറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞത്. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി പറഞ്ഞു അത് വളരെ നന്നായിരിക്കും, നല്ല ഒരു സന്ദേശമായിരിക്കും അതിലൂടെ നൽകുക, അതുകൊണ്ടാണ് ഇതായത്. അപ്പോൾ അങ്ങനെ ഉള്ള നല്ല മാറ്റങ്ങൾക്ക് ഉതകുന്ന ഒരു ഇതാകുകയാണെങ്കിൽ നന്നായി. ഏതായാലും എനിക്ക് നൽകിയ പ്രോത്സാഹനങ്ങൾക്ക് നിങ്ങളുടെ സാന്നിധ്യത്തിലൂടെ, വലിയ വാക്കുകളിലൂടെ ഇന്നത്തെ ഈ ഞെട്ടലുകളെല്ലാം സന്തോഷകരമായ ഞെട്ടലുകളാണ്. എല്ലാവർക്കും നന്ദി.